Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the analysis of inventories, different analysis of inventories. Today we are going to discuss different stores records and what are the differences between bin card and stores ledger. Today, first we discuss stores records. What do you mean by stores records? To exercise proper control over the material kept in the stores, certain documents or records are to be maintained. There are two important inventory records. They are bin card or bin tag or stock card and second one stores ledger. First one, bin card. Bin card is a document prepared by the storekeeper and kept attached to the bin in the store, showing the details of the quantity of materials received, issued and balance. Bin is a place where materials are kept in. It is maintained by storekeeper. Okay, appa what do you mean by bin card? Bin card is a document. Who it is prepared? It is prepared by the storekeeper. Okay, appa bin card is a document prepared by the storekeeper and kept attached to the bin. നമ്മുടെ എവിടാണോ നമ്മൾ ഈ മെറ്റീരിയൽ സൂക്ഷിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും എന്ത് സൂക്ഷിക്കുക, ബിൻ കാർഡ് സൂക്ഷിക്കുക. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓൺലി. എത്ര യൂണിറ്റ് നമ്മൾ മെറ്റീരിയൽസ് റിസീവ് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു, ഇനി എത്ര ബാലൻസ് ഓഫ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഓൺലി ക്വാണ്ടിറ്റി മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഡോക്യുമെൻ്റ് ഷോസ് എന്താണ്, ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബാലൻസ് അവൈലബിൾ ഇൻ ദ ബിൻ. ഓക്കെ, ഇനി ദെൻ ബിൻ ഈസ് എ പ്ലേസ്. വാട്ട് യു മീൻ ബൈ ബിൻ? ബിൻ ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ. മെറ്റീരിയൽസ് കെപ്റ്റ് ചെയ്യുന്ന ഏതൊരു സ്ഥലത്തിന്, അതൊരു റാക്ക് ആകാം, ഒരു ഷെൽഫ് ആകാം, ഒരു റൂം ആകാം, എന്തോ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബിൻ എന്ന് പറയുക. ബിൻ ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ. ഓക്കെ, ദെൻ ദിസ് ഡോക്യുമെൻ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സ്റ്റോർ കീപ്പർ. അപ്പോൾ ബിൻ കാർഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റോർ കീപ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ സ്റ്റോർസ് ലെഡ്ജർ. It is a store's record kept in the costing department. It is kept in the costing department, showing the quantity and the value of materials received. The quantity and the value of materials received, issued and the balance of materials available. Okay. It contains information like a name of the material, code number, different stock levels, etc. ഓക്കെ, അപ്പം സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനദർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റോർസ് റെക്കോർഡ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബിൻ കാർഡ് എവിടെ കെപ്റ്റ് ചെയ്യുന്നത്? സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കെപ്റ്റ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ സ്റ്റോർസ് റെക്കോർഡ് കെപ്റ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇനി ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ദ വാല്യൂ. അവിടെ ബിൻ കാർഡിൽ ഓൺലി ക്വാണ്ടിറ്റി മാത്രമേ കാണിച്ചുള്ളൂ. ഇവിടെ ക്വാണ്ടിറ്റിയും വാല്യൂവും എവിടെ കാണിക്കുന്നുണ്ട്? വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, എത്ര രൂപയുടെ ക്വാണ്ടിറ്റി റിസീവ് ചെയ്ത്, എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തു, എത്ര രൂപയുടെ ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തു, അതുപോലെ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ബാലൻസ് ഉണ്ട്, അത് എത്ര രൂപയുടെ കൈവശം ബാക്കിയുണ്ട്, ഇതെല്ലാം കാണിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഈ സ്റ്റോർസ് ലെഡ്ജറിൽ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ലൈക്ക് നെയിം ഓഫ് ദി മെറ്റീരിയലിൻ്റെ നെയിം ഉണ്ടാവും, കോഡ് നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ്, ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരിക്കും, ഈ സ്റ്റോർസ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, then what are the differences between bin card and stores ledger? നമ്മൾ രണ്ട് കോളമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് കോളം ഹെഡിങ് ബിൻ കാർഡ് എന്നും സെക്കൻഡ് കോളം സ്റ്റോർസ് ലെഡ്ജർ എന്നും കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. ബിൻ കാർഡിൽ നമ്മൾ ആ മീനിങ്ങിൽ പഠിച്ചതാണ് അല്ലേ? ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി, ബട്ട് ഇൻ സ്റ്റോർസ് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. ഒരു ബിൻ കാർഡിൽ എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര അളവുണ്ടെന്നുള്ളത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, ബിൻ കാർഡിൽ കാണിക്കുന്നുള്ളൂ. സ്റ്റോർസിലാകുമ്പം ക്വാണ്ടിറ്റിയും കാണിക്കും, അതിൻ്റെ വാല്യൂവും കാണിക്കും. ഓക്കെ, then second important difference, it is maintained by storekeeper. അപ്പം ബിൻ കാർഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോർകീപ്പർ, സ്റ്റോർസ് ലെഡ്ജർ ഈസ് പ്രിപ്പയർഡ് ബൈ കോസ്റ്റ് ക്ലർക്ക്. സ്റ്റോർസ് ലെഡ്ജർ ഈസ് പ്രിപ്പയർഡ് ബൈ കോസ്റ്റ് ക്ലർക്ക്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബിൻ. അപ്പം ആ ബിന്നിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേസിൽ തന്നെയായിരിക്കും, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന പ്ലേസിൽ തന്നെയായിരിക്കും എന്ത് സൂക്ഷിക്കുക? ബിൻ കാർഡ് സൂക്ഷിക്കുക. ദെൻ സ്റ്റോർസ് ലെഡ്ജർ കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫീസ്. സ്റ്റോർസ് ലെഡ്ജർ എവിടെ ആയിരിക്കും ഉണ്ടാകുക? ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റ് ഓഫീസ്. Then
Fourth one, entries are made on the basis of actual quantity received and actual quantity issued. എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്ത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിൻ കാർഡിൽ എൻട്രീസ് മെയ്ഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ സ്റ്റോർസ് ലെഡ്ജർ എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എക്സെട്ര. ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലും അതുപോലെ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിലുമായിരിക്കും എത്ര ഗുഡ്സ് റിസീവ് ചെയ്തെന്ന് എത്ര ഗുഡ്സ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാകുക. അതിൻ്റെ ബേസിലായിരിക്കും, ഈ രണ്ട് ഡോക്യുമെൻറ്റിൻ്റെ ബേസിലായിരിക്കും എൻട്രീസ് മെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, പോസ്റ്റിംഗ് ആർ മെയ്ഡ് ബിഫോർ ദ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. എവിടെ, ബിൻ കാർഡിൽ. പോസ്റ്റിംഗ് ആർ മെയ്ഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻസ് നടന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസാക്ഷൻസ് സ്റ്റോർസ് ലെഡ്ജറിൽ എൻ്റർ ചെയ്യപ്പെടുള്ളൂ. ദാറ്റ് മീൻസ് പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ. ഓക്കെ, individual transactions are recorded in bin card, but transactions are periodically recorded in stores ledger. Individual transactions are recorded in bin card. Okay, then next one, interdepartmental transfer are not shown in the bin card. bin cardil endu cheyilla, interdepartment transfers nammal kanikilla, but ഇന്റർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫോർ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, സ്റ്റോർസ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദെൻ ഫെസിലിറ്റൈറ്റ്സ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യും, ഫെസിലിറ്റൈസ് ചെയ്യും. എവിടെ, ബിൻ കാർഡിൽ. ബട്ട് ഫെസിലിറ്റീസ് ഓഫ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. എന്തിനാണ്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്കതിൽ നിന്ന് സാധിക്കും. ഓക്കെ, ഇത്രയും ഡിഫറൻസസ് ആണ് എന്തെന്ന് പറയുന്നത് ബിൻ കാർഡും അതുപോലെ സ്റ്റോർസ് ലെഡ്ജറും തമ്മിൽ ഉള്ളത്. Today we learn what do you mean by stores records and bin card, stores records like bin card and stores ledger. Then what are the differences between bin card and stores ledger? Write the notes and study them.